നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കും എന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ഒരു ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാൻ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു FIU രജിസ്ട്രേഡ് പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ബിറ്റ് കോയിനും ഇത്തീരിയും ഒക്കെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഈ ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. FIU രജിസ്ട്രേഡ് പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അക്കൗണ്ട് ഓപ്പണിംഗ് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിന് വേണ്ടി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കിട്ടും. അവിടെ നിങ്ങൾ സൈൻ അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങളുടെ ഏതാണോ മെയിൽ ID അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഗെറ്റ് വെരിഫൈഡ് ടു സ്റ്റാർട്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വെരിഫൈ നൗ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകാം. ഇവിടെ നമുക്ക് വെരിഫൈ നൗ എന്ന് വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വൽ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മൊബൈൽ നമ്പർ മുകളിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ആവുന്നതായിരിക്കും. അപ്പോൾ കണ്ടിന്യൂ വിത്ത് ID വെരിഫിക്കേഷൻ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ഇൻകം ഡീറ്റെയിൽസും എന്താണ് ഓക്യുപ്പേഷൻ എന്ന് ചോദിക്കുന്നുണ്ട്, അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സെൽഫി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് തന്നെ സെൽഫി എടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, FIU രജിസ്ട്രേഡ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ലീഗലി എല്ലാ ഡോക്യുമെൻറ്റും അവർ മേടിക്കുന്നുണ്ട്. അത് അങ്ങനെ മാത്രമാണ് ഇവർ KYC കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ജെന്യൂനിറ്റി നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പാൻ കാർഡിൻ്റെ ഫ്രണ്ട് സൈഡ് ഒരു ഫോട്ടോ എടുക്കണം. അപ്പോൾ ക്യാപ്ചർ ഫോട്ടോ എന്ന് പറഞ്ഞ ഉപയോഗിച്ച് നിങ്ങൾക്ക് പാൻ കാർഡിൻ്റെ ഫ്രണ്ട് വശം ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴത്തേനും പാൻ കാർഡ് നമ്പർ, നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ വരും. ഡേറ്റ് ഓഫ് ബർത്ത് വന്നില്ലെങ്കിൽ ആ കലണ്ടറിൽ നിന്ന് സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം യെസ് ടേക്ക് മീ ടു ഡിജി ലോക്കർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേനും ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. OTP എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ അലോ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ആധാറും പാനും ഒക്കെ ഈ ഒരു ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എടുത്തോട്ടെ എന്ന പെർമിഷനാണ് ചോദിക്കുന്നത്. അതിനുശേഷം KYC വെരിഫിക്കേഷൻ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഒരു 1-2 മിനിറ്റുള്ളിലും ഈ അക്കൗണ്ട് സക്സസ്ഫുൾ ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആയി നമുക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇവർ തരുന്നുണ്ട്. പെട്ടെന്ന് ചാടി കയറി ട്രേഡ് ചെയ്യാമെന്നല്ല, നമ്മുടെ പഠിച്ചു വെച്ചിരിക്കുന്ന മെത്തേഡ്സ് ചെറിയ എമൗണ്ടിൽ അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ ബെനിഫിഷ്യൽ ആവുന്നുണ്ടെങ്കിൽ മുമ്പോട്ട് നിങ്ങൾക്ക് ട്രേഡിങ്ങിലേക്ക് പോകാൻ സാധിക്കുന്നതായിരിക്കും. കൂടുതൽ എമൗണ്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും IFSC കോഡും ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കും എമൗണ്ട് ആ ഒരു അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ വിഡ്രോ ചെയ്യുന്നത്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ ഇന്ത്യ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഏത് ഇമെയിൽ ID ഉപയോഗിച്ചിട്ടാണോ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ആക്കിയത് ആ ഒരു ഇമെയിൽ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. അപ്പോൾ നമ്മളോട് ആദ്യം തന്നെ ആഡ് ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ പറയും. അപ്പോൾ നമുക്ക് ഫണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആഡ് ഫണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും UPI ഉപയോഗിച്ച് നമ്മുടെ ഫോൺ പേയിലുള്ള UPI ID ഉപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് സിമ്പിളായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് നല്ല ഫ്യൂച്ചേഴ്സ് ഉണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതുവിധം ട്രേഡിങ്സ് ആണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഈ ഒരു ലിങ്ക് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റുന്ന രീതിയിലുള്ള നോളജ് ഷെയറിങ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.